Greetings from Sahitya Academy. സാഹിത്യ അക്കാദമി വെബ്ലൈൻ സാഹിത്യ പരമ്പരയിൽ നടത്തുന്ന എൻ്റെ ജാലകത്തിലൂടെ എന്ന പരിപാടിയിൽ ഇന്ന് പ്രശസ്ത കവിയുമായിരുന്ന ശ്രീ ONV കുറുപ്പ് സാറെ പറ്റി, അയാളുടെ ജീവിതം, അദ്ദേഹത്തിൻ്റെ എല്ലാ കാവ്യ പരമ്പരകളെ പറ്റി സംസാരിക്കാൻ വേണ്ടി പ്രശസ്ത ലേഖകനും ബ്യൂറോക്രാറ്റ് ആയി സേവനം ചെയ്തിരുന്ന ശ്രീ K. ജയകുമാർ സാർ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഈ ത്രൂ മൈ വിൻഡോ ഓർ എൻ്റെ ജാലകത്തിലൂടെ എന്ന പരിപാടി സാഹിത്യ അക്കാദമിയുടെ വളരെ ഒരു പ്രശസ്തമായ കാര്യപരിപാടിയാണ്. ഇത് കഴിഞ്ഞ 30 കൊല്ലത്തിന് മേൽപ്പെട്ട സമയത്തിൽ ഒരുപാട് പ്രശസ്ത ലേഖകന്മാരെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതിലെ ഇന്നത്തെ ഈ പരിപാടിയിൽ വളരെ പ്രശസ്ത ലേഖകനും 20ഓളം സാഹിത്യകൃതികളെ മലയാള സാഹിത്യത്തിന് നൽകിയിട്ടുള്ള ശ്രീ K. ജയകുമാർ സാർ ONV കുറുപ്പ് സാറിനെ കൃതിത്വം, പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ ജീവനവും ശൈലിയും അതിനെപ്പറ്റി സംസാരിക്കാൻ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ശ്രീ ജയകുമാർ സാറിനെ ഞാൻ സാഹിത്യ അക്കാദമി പേരിൽ സുസ്വാഗതം പറയുന്നുണ്ട്. ശ്രീ ജയകുമാർ സാർ കേരള സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിയായി റിട്ടയർ ആയതിനു ശേഷം തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ വൈസ് ചാൻസലറായി ചെയ്തിട്ടുള്ള സേവനം എപ്പോഴും മറക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ശ്രീ ജയകുമാർ സർ ഡൽഹിയിലും കേരളത്തിലും വളരെ പ്രഭുവമായ സേവനത്തിൽ കേരളത്തിനും ഇന്ത്യ സർക്കാരിനും ഒരു മേധാവി എന്നുള്ള നിലയിൽ പ്രശസ്തമായ കാര്യങ്ങളെ ചെയ്തു വന്നിട്ടുണ്ട്. പുള്ളിയുടെ പുസ്തകങ്ങൾ ഒരുപാട് മലയാളികളെ മനസ്സ് അപഹരിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ്. ടാഗോർ, ഖലീൽ ഗിബ്രാൻ, ജലാലുദ്ദീൻ റൂമി, ഉമർ ഖയ്യാം മുന്നായ ലേഖകന്മാരുടെ കൃതികളെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വയലാറെ പറ്റി സാഹിത്യ അക്കാദമിക്ക് വേണ്ടി സാഹിത്യ നിർമ്മാതാക്കളുടെ സീരിയലിൽ MIL എഴുതി തന്നിട്ടുണ്ട്. ശ്രീ K. ജയകുമാർ സർ സാഹിത്യ അക്കാദമിയോട് വളരെ നന്നായ കാര്യങ്ങൾ ചെയ്തു വന്നിട്ടുണ്ട്. ശ്രീ ജയകുമാർ സാറെ ഞാൻ സാഹിത്യ അക്കാദമി പേരിൽ എൻ്റെ സാഹിത്യ അക്കാദമി പേരിൽ സുസ്വാഗതം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശ്രീ ONV കുറുപ്പ് സാർ പറ്റി സംസാരിക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നമസ്കാരം. മലയാള കവിതയിൽ ONV കുറുപ്പിനുള്ള സ്ഥാനം അനന്യമാണ് എന്ന് പറഞ്ഞാൽ അതൊരു വളരെ സാധാരണമായ ഒരു പ്രസ്താവനയായിരിക്കും. ഏതാണ്ട് 6 പതിറ്റാണ്ടിലേറെ നീണ്ട സാഹിത്യ സംഭാവനകളിലൂടെ, സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ മലയാളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ, സാഹിത്യ ചരിത്രത്തിൽ അനിഷേധ്യമെന്ന് മാത്രമല്ല അത്യന്തം പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അലങ്കരിക്കാൻ തൻ്റെ സുദീർഘമായ കാവ്യസപര്യ കൊണ്ട് സാധിച്ച മഹാകവിയാണ് ONV കുറുപ്പ്. ഒരുപക്ഷെ ഇത്രയും സമഗ്രനായ മറ്റൊരു കവി മലയാളത്തിൽ മറ്റൊരാളുണ്ടോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഒരു പേര് പറയാനില്ല.
ആറര പതിറ്റാണ്ട് നീളുന്ന സാഹിത്യ യാത്ര. ആ യാത്ര കേരളത്തിൻ്റെ ചരിത്രത്തിനോടൊപ്പമായിരുന്നു. കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യൻ ചരിത്രത്തിനോടൊപ്പമായിരുന്നു. ഇന്ത്യൻ ചരിത്രത്തിൻ്റെ മാത്രമല്ല, ഈ മനുഷ്യരാശിയുടെ ചരിത്രത്തിനോടൊപ്പം നടന്ന ഒരു മഹാകവിയാണ് ONV. 2016 അദ്ദേഹം ഈ ഭൂമി വിട്ടുപോകുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ, ഈ വാടക വീട്ടിൽ നിന്ന് വിട്ടുപോകുന്നത് പോലെ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ എൻ്റെ ചൈതന്യം ഇവിടെ ഞാൻ അവശേഷിപ്പിച്ചിട്ട് പോകും എന്ന് പറഞ്ഞു. ആ ചൈതന്യമാണ് എൻ്റെ കവിത എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം 2016 ഈ ഭൂമി വിട്ടുപോയപ്പോൾ നമുക്ക് തന്നത് 54 കൃതികളാണ്. ആ 54 കൃതികളിൽ 39 കാവ്യ കൃതികളും ബാക്കി 2-3 പരിഭാഷകളും മറ്റ് ഗദ്യകൃതികളും ഓർമ്മക്കുറിപ്പുകളും എല്ലാം അടങ്ങുന്ന 54 കൃതികളാണ് ONVയുടേതായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തുടക്കത്തിൽ ഞാൻ പറയുകയുണ്ടായി, ചരിത്രത്തിനോടൊപ്പം നടന്ന കവിയാണ് ONV എന്ന് നിസ്സംശയം പറയാമല്ലോ. അദ്ദേഹത്തിൻ്റെ കാവ്യ ജീവിതം ആരംഭിക്കുന്നതും ആ കാവ്യ ജീവിതത്തിന് പ്രചോദനമായതും താൻ ജനിച്ചു വളർന്ന ചവറയിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. 40കളിൽ കേരളത്തിൻ്റെ സമൂഹം ഒരു വലിയ ആന്തരികമായ വിസ്ഫോടനത്തിന് അഥവാ ഒരു പരിവർത്തനത്തിന്, വിപ്ലവകരമായ ഒരു പരിവർത്തനത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. ഫ്യൂഡലിസത്തിൻ്റെ ദുഷിച്ച വശങ്ങളുടെ മുഴുവൻ പാപഭാരം ഏറ്റ് തളർന്നു കിടന്ന കേരളീയ സമൂഹത്തിൽ ചൂഷിതരുടെയും നിസ്വരുടെയും സ്വരത്തിന് ആദ്യമായി അംഗീകാരവും അന്തസ്സും നേടിയെടുത്ത ഒരു കാലഘട്ടം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടു. എങ്കിലും നിരോധനത്തോടൊപ്പം അത് വളർന്ന് മനുഷ്യന് വേണ്ടി, അധ്വാനിക്കുന്ന മനുഷ്യന് വേണ്ടി, കഷ്ടപ്പെടുന്ന മനുഷ്യന് വേണ്ടി ഒരു പുതിയ പ്രഭാതത്തെ പറ്റിയുള്ള സ്വപ്നവുമായി ഒരുപാട് കവികൾ, ഒരുപാട് കലാകാരന്മാർ, ഒരുപാട് പൊതുപ്രവർത്തകർ കേരളീയ സമൂഹത്തെ ഉണർത്തുകയുണ്ടായി. ആ ഉണർവിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും മധുരമായി, ഏറ്റവും സംഗീതാത്മകമായി, ഏറ്റവും പ്രചോദനാത്മകമായി പാടുവാൻ കഴിഞ്ഞ ഒരു കവി ONV ആയിരുന്നു. അദ്ദേഹത്തോടൊപ്പം P. ഭാസ്കരനും വയലാറും എല്ലാം ഉണ്ട്. ഒരുപാട് കവികളുണ്ട്. മലയാള സാഹിത്യത്തിൽ അരുണദശകം എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിൽ ഒരു പ്രതീക്ഷയുടെ നാളെയെപ്പറ്റി, ഇവിടുത്തെ ചൂഷണവും അസമത്വവും എല്ലാം അവസാനിക്കുന്ന ഒരു വാക്തത്വ ഭൂമിയെപ്പറ്റി കിനാവ് കണ്ട ഒരു പറ്റം ധിഷണാശാലികളും പ്രതിഭാശാലികളുമായിട്ടുള്ള കവികളും കലാകാരന്മാരും മലയാളത്തിൽ സമത്വസുന്ദരമായ ഒരു ഭാവിയെ സ്വപ്നം കാണുന്ന ഒരു സാഹിത്യം സൃഷ്ടിക്കുകയുണ്ടായി. നോവൽ സാഹിത്യത്തിൽ ചൂഷണത്തിനെതിരെയും ജാതി ചിന്തയ്ക്കെതിരെയും സാമൂഹികമായ ശ്രേണീബദ്ധമായിട്ടുള്ള ചൂഷണ വിധേയമായിട്ടുള്ള സമൂഹ ക്രമത്തിനെതിരെയും എല്ലാമുള്ള മാനവികതയുടെ സ്വരം നോവൽ സാഹിത്യത്തിലും, അതുപോലെ തന്നെ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടുള്ള ശബ്ദം കവിതയിലും വളരെ പ്രബലമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ONV കുറുപ്പ് എന്ന് പറയുന്ന വളരെ ചെറുപ്പക്കാരനായ കവി, 20കളിലെത്താത്ത കവി, തൻ്റെ അനന്യ സാധാരണമായിട്ടുള്ള കവിത്വസിദ്ധി കൊണ്ടും ഗാനസിദ്ധി കൊണ്ടും സംഗീതസിദ്ധി കൊണ്ടും സംഗീതാത്മകത കൊണ്ടും മലയാളത്തിൽ അത്ഭുതങ്ങൾ തീർത്തു. എന്നാൽ ആ കവിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത് സമാന്തരമായി അദ്ദേഹം നാടക ഗാന രചനാ രംഗത്ത് നടത്തിയ സംഭാവനകളാണ്. ONV വളരെ ചെറുപ്പത്തിൽ തന്നെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ നാടക ഗാന രചയിതാവായി മാറി. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകത്തിലെ ഗാനങ്ങളിലൂടെ, തുടർന്ന് വന്ന KPSC എന്ന് പറയുന്ന നാടക സംഘടനയിലെ ഗാനങ്ങളിലൂടെ മലയാളത്തിലെ ആളുകൾ പാടി നടക്കുന്ന അത്യന്തം പ്രസിദ്ധവും പ്രചാരവും നേടിയ ഗാനങ്ങളുടെ രചയിതാവായി ONV മാറുകയായിരുന്നു. ആ സംഗീതബോധം തൻ്റെ കവിതയിലും
അവസാനം വരെയും നിലനിർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതുകൂടിയാണ് ONV കവിതയുടെ പ്രചാരത്തിന് മറ്റൊരു ഹേതു. അങ്ങനെ നാടകത്തിലൂടെയും കവിതയിലൂടെയും 40കളിലും 50കളിലുമെല്ലാം കേരളത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് വാക്കും സംഗീതവും വർണ്ണവും കൊടുത്ത കവികളുടെ കൂട്ടത്തിൽ തീർച്ചയായിട്ടും അഗ്രഗാമിയായി ഏറ്റവും പ്രധാനപ്പെട്ട കവിയായി ONV കുറുപ്പ് ഉണ്ട്. ഈ കാലഘട്ടത്തെ വേണമെങ്കിൽ കവിയുടെ തന്നെ ആദ്യകാല അരുണ കാലഘട്ടമെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ജോസഫ് മുണ്ടശ്ശേരിയുടെ അവതാരികയോടുകൂടി പ്രസിദ്ധപ്പെടുത്തിയ ദാഹിക്കുന്ന പാനപാത്രം എന്ന കാവ്യ സമാഹാരം, അതിൽ തന്നെ അതിനു മുമ്പ് അദ്ദേഹം പ്രസിദ്ധീകരിച്ച പല ചെറിയ സമാഹാരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത കവിതകളുടെ സമാഹാരമാണ് ദാഹിക്കുന്ന പാനപാത്രം. അതിൽ ഈ ആദ്യ കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രചോദനവും അദ്ദേഹത്തിൻ്റെ ആവേശവും അദ്ദേഹത്തിൻ്റെ സ്വപ്ന അരുണിമയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന കവിതകളാണ് ദാഹിക്കുന്ന പാനപാത്രത്തിൽ. എന്നാൽ ചരിത്രം മുമ്പോട്ട് പോയപ്പോൾ ONV എന്ന കവിയും മുമ്പോട്ട് പോയി. ഇന്ത്യ സ്വതന്ത്രയായി, ഒരു പുതിയ രാജ്യം നമ്മുടെ സ്വപ്നങ്ങളിൽ നിന്ന് വിതർന്നു വരുന്നത് കിനാവ് കണ്ട കവികൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ ദശകങ്ങൾ കുറച്ച് നിരാശയുണ്ടാക്കി എന്നുള്ളത് സ്വാഭാവികം. പല കാരണങ്ങൾ. ഇൻഡോ ചൈന യുദ്ധം പോലും കവികൾക്ക് നിരാശയുണ്ടാക്കി. ഇവിടുത്തെ സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വൈകിപ്പോകുന്നതിൻ്റെ പരിഭവം കവികളെ നിരാശരാക്കി. നമ്മുടെ പൊതുരംഗവും രാഷ്ട്രീയ രംഗവുമൊക്കെ വിചാരിച്ച ദിശയിലേക്കാണോ പോകുന്നത് എന്നുള്ള കാര്യത്തിലെല്ലാം സംശയം തോന്നിയ ഒരു കാലഘട്ടം. ഒരുപാട് കവികൾ വഴിമാറി നടന്ന ഒരു കാലഘട്ടവുമാണത്. എന്നാൽ ONV ഈ കാലഘട്ടത്തിനോട് പ്രതികരിച്ചത് തൻ്റെ കാവ്യയാത്രയിലെ രണ്ടാം ഘട്ടമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ദശയിലേക്ക് അദ്ദേഹം കടക്കുന്നത് ഏതാണ്ട് 1964-ോടെയാണ്. 1964 പ്രസിദ്ധീകരിച്ച മയിൽപ്പീലി എന്ന അത്യന്തം ശ്രദ്ധേയമായ ഒരു വഴിത്തിരിവായി തീർന്ന കൃതിയിലൂടെ ONVയുടെ മറ്റൊരു മുഖം, ONV എന്ന കവിയുടെ ഒരു പുതിയ മുഖം നമ്മൾ കാണുകയാണ്. ആ പുതിയ മുഖത്തിന് പഴയ മുഖത്തിൽ നിന്ന് വിഭിന്നമല്ല, അത് വിരുദ്ധമല്ല. അതേസമയം പണ്ട് ആദ്യ ഘട്ടത്തിൽ കവി പ്രദർശിപ്പിച്ച ആദർശനിഷ്ഠയും ആവേശവും കുറെ കൂടി ആന്തരികമായി ഘനീഭവിച്ച് അത് തൻ്റെ സ്വകാര്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും മനുഷ്യബന്ധങ്ങളിലുമെല്ലാം ഉണ്ടാക്കിയ പുതിയ മാറ്റങ്ങളെ കുറെ കൂടി ആന്തരികവൽക്കരിക്കുവാൻ, ഇൻറ്റേർണലൈസ് ചെയ്യുവാൻ ഉള്ള ഒരു ശ്രമം ഈ ഘട്ടത്തിൽ നമുക്ക് കാണാം. മയിൽപ്പീലി എന്ന കാവ്യ സമാഹാരത്തിന് ONVയുടെ കാവ്യജീവിതത്തിൽ അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ ധീരവും മധുരവുമായി പാടിയപ്പോഴും അവതാരികാകാരനായ NV കൃഷ്ണവാര്യർ പറയുകയാണ്, പാടിയപ്പോഴും സന്ദേശത്തെക്കാളേറെ സംഗീതമായിരുന്നു ONVയുടെ സവിശേഷത എന്ന് NV നിരീക്ഷിക്കുന്നുണ്ട്. അതാണ് ONVയെ വ്യത്യസ്തനാക്കിയത്. വിപ്ലവകരമായിട്ടുള്ള കവിതകൾ എഴുതുമ്പോഴും അതിനകത്ത് സന്ദേശത്തെക്കാളേറെ സംഗീതമായിരുന്നു ONVയുടെ പ്രത്യേകത എന്നാണ് NV നിരീക്ഷിക്കുന്നത്. നിസ്വവർഗ സ്നേഹം അത് കേരളത്തിലെ ഒരു പ്രത്യേക ജനവിഭാഗത്തോടോ കേരളത്തിൽ മാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളോടോ മാത്രമുള്ള സ്നേഹത്തിൽ നിന്ന് വ്യത്യസ്തമായി, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോയി ആ സീമകളെ ഉല്ലംഘിച്ചുകൊണ്ട് സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ജീവിത സ്നേഹവും മാനവ സ്നേഹവുമായി വികസിക്കുന്നതിൻ്റെ സാക്ഷ്യങ്ങളാണ് മയിൽപ്പീലിയിലെ പ്രധാനപ്പെട്ട കവിതകളെല്ലാം. കുടുംബജീവിതത്തിൻ്റെ ഹർഷ സംതൃപ്തികൾ, ജീവിത സൗന്ദര്യം ആസ്വദിക്കുവാനുള്ള ഒരു പുതിയ വാസന, ഒരു പുതിയ സെൻസിബിലിറ്റി അങ്ങനെ കവിതയിൽ ഉൾച്ചേരുകയാണ് ഈ മയിൽപ്പീലി എന്ന് പറയുന്ന സമാഹാരത്തിലെ കവിതകൾ. മനുഷ്യാവസ്ഥകളെ ദീപ്തമാക്കുന്ന വൈകാരികമായ
സത്യങ്ങളെ കവി അഭിമുഖീകരിക്കുകയാണ് ഈ രണ്ടാം ഘട്ടത്തിൽ. ആ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് കുറച്ച് ദീർഘമായ ഘട്ടമാണ്. അതേതാണ്ട് ഉപ്പ് എന്ന് പറയുന്ന കൃതി വരെ ഏതാണ്ട് 20 വർഷം നീണ്ടുനിന്ന 1984 പ്രസിദ്ധീകരിച്ച ഉപ്പ് എന്ന കൃതി വരെ നീളുന്നു രണ്ടാം ഘട്ടം. ONVയുടെ കാവ്യജീവിതത്തെ പല ഘട്ടങ്ങളായി പലരും തിരിച്ചിട്ടുണ്ട്. അതിലൊരു അംഗീകൃതമോ വ്യവസ്ഥാപിതമായിട്ടുള്ള ഘട്ട നിർണയമില്ല. എങ്കിലും ഈയൊരു നിർണയം സ്വാഭാവികമായിട്ടും യുക്തിസഹമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മയിൽപ്പീലി മുതൽ ഉപ്പ് വരെയുള്ള പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങൾ, അഗ്നിശലഭങ്ങളും അക്ഷരവും കറുത്ത പക്ഷിയുടെ പാട്ടും ഒരു തുള്ളി വെളിച്ചവും എല്ലാം ഉപ്പും എല്ലാം ചേരുന്ന ആ ഒരു ഘട്ടം ONV കവിതയുടെ വൈകാരികതയുടെ പൂവിടലായി നമുക്ക് കാണാവുന്നതാണ്. വിശ്വമാനവികതയിലേക്ക് വളരുന്നതിനോടൊപ്പം തന്നെ വ്യക്തിജീവിതത്തിലും വൈകാരിക ബന്ധങ്ങളിലുമെല്ലാമുള്ള ഒരു ഇൻറ്റേർണലൈസേഷൻ അല്ലെങ്കിൽ ഒരു ആന്തരികമായിട്ടുള്ള ഗൗരവമാർജിക്കലെല്ലാം ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഒരുപാട് ശ്രദ്ധേയമായ കവിതകൾ അദ്ദേഹം എഴുതുന്നു. കറുത്ത പക്ഷിയുടെ പാട്ടിൽ പോൾ റോബ്സനെ പോലുള്ള കറുത്ത ഗായകന് വേണ്ടിയിട്ടുള്ള ഗാനങ്ങൾ അദ്ദേഹം രചിക്കുന്നു. അദ്ദേഹം പിന്നെ കാപ്പിരി ക്രിസ്തുവിനെ പറ്റി പറയുന്നു. ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന യാതന അനുഭവിക്കുന്ന ദുഃഖം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി തപിക്കുന്ന ഒരു ഹൃദയം ONVയിൽ വികസിച്ചു വരുന്നത്, സ്ഥാപിതമാവുന്നത് ഈ 20 വർഷത്തെ വളരെ ശ്രദ്ധേയമായ ഘട്ടത്തിലൂടെയുള്ള കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അദ്ദേഹം കണ്ട് അനുഭവിച്ച നിസ്വരുടെ ദുഃഖങ്ങളിൽ നിന്ന് ആ ദുഃഖത്തെ വിശ്വത്തോളം വളർത്തുകയും എന്നാൽ ആ ദുഃഖങ്ങൾക്കിടയിലും ജീവിത പ്രേമത്തെ ഊട്ടി വളർത്തുകയും ചെയ്യുന്ന ഒരു കവിയെ നമുക്കതിൽ കാണാൻ സാധിക്കും. താൻ വിശ്വസിച്ച തത്വശാസ്ത്രത്തെയൊന്നും അദ്ദേഹം നിരാകരിക്കുന്നില്ല. പക്ഷേ ആ തത്വശാസ്ത്രം അക്രമാസക്തമാകുമ്പോഴോ അല്ലെങ്കിൽ നശീകരണ ഉന്മുഖമാകുമ്പോഴോ അതിനെ എതിർക്കുവാനും അതിനെ വിമർശിക്കുവാനും തനിക്ക് കഴിയും എന്നുകൂടി മയിൽപ്പീലിയിലെ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ഈ ഘട്ടത്തിലെ കവിതകളിൽ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. വളരെ പ്രസിദ്ധമായിട്ടുള്ള അഥവാ വിവാദപരമായിട്ടുള്ള ചില വരികൾ തച്ചുടയ്ക്കലൻ തത്വശാസ്ത്രങ്ങൾക്ക് അപ്രാപ്യമി കൊച്ചു ദുഃഖത്തിൻ പച്ചത്തുരുത്തിലണഞ്ഞു ഞാൻ, ഭൂമികന്യയെ വേൽക്കാൻ വന്ന മോഹമേ ഇന്ദ്ര കാർമുകമെടുത്ത് നീ കുലച്ചു തകർത്തുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളിൽ തുടിക്കുന്ന ഒരു ഹൃദയം അങ്ങേയറ്റം സെൻസിറ്റീവും പുതിയൊരു സെൻസിബിലിറ്റിയും ആർജിച്ച ഒരു ഹൃദയമാണ്. അത് ഏതെങ്കിലും തത്വചിന്തയുടെ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ പിന്നാലെ ചോദ്യമില്ലാതെ അനുധാവനം ചെയ്യുന്ന ഒരു കവിയുടെ ചിത്രമല്ല, നേരെ മറിച്ച് എല്ലാത്തിനെയും ചോദിക്കുവാനും മനുഷ്യത്വത്തിൻ്റെ മൂശയിലിട്ട് മാത്രം കാര്യങ്ങൾ അംഗീകരിക്കുവാനും ശ്രമിക്കുന്ന ഒരു കവിയെ നമുക്കതിൽ കാണാം. ONV കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ പാകുന്ന ഒരു ഘട്ടമാണ് ഈ ഉപ്പ് വരെയുള്ള കവിതാ സമാഹാരങ്ങൾ. മൂന്നാം ഘട്ടം എന്ന് നമുക്ക് പറയാവുന്നത് ഭൂമിക്കൊരു ചരമഗീതം എന്ന് 1980 എഴുതപ്പെട്ട കവിതയും ആ പേരിൽ തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ട സമാഹാരത്തോടും കൂടി ആരംഭിക്കുന്ന മൂന്നാമത്തെ ഘട്ടം എന്നത് ഒരുപക്ഷെ അതിനെ നമുക്ക് ഒരു അപരാഹ്നഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. മധ്യാഹ്നത്തിലെത്തി പതുക്കെ അപരാഹ്നത്തിലേക്ക് കടക്കുന്ന ഒരു കവിയെ നമുക്കിതിൽ കാണാം. അവിടെ അദ്ദേഹത്തിൻ്റെ ദാർശനിക ഭാവം മെല്ലെ മെല്ലെ കരുത്താർജിക്കുന്നതും ഈ ഘട്ടത്തിലെ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭൂമിയെ തന്നെ അമ്മയായി കണ്ട് ഈ ഭൂമിക്ക് മനുഷ്യരേൽപ്പിക്കുന്ന ക്ഷതങ്ങളെ മുഴുവൻ അതിന് മാപ്പ് ചോദിക്കുന്ന ഒരു കവിയെ ഏറ്റവും ശക്തമായ ഭാഷയിൽ ഏറ്റവും ഉചിതമായ വാങ്മയങ്ങളിൽ വളരെ പ്രസിദ്ധമായ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിലൂടെ ONV ആവിഷ്കരിക്കുന്നുണ്ട്. ആ കാലത്ത് കേരളത്തിൽ നടന്ന പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ, സൈലന്റ് വാലി അടക്കമുള്ള പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മുന്നണിയിൽ നിന്ന് പാടുവാൻ ഈ കവിതകൾ പ്രയോജനം ചെയ്തു എന്ന് മാത്രമല്ല, കേരളത്തിലെ പാരിസ്ഥിതിക അവബോധത്തിന് ഒരു വലിയ തീപ്പന്തം പോലെ ജ്വലിക്കാൻ ഈ കവിത ഹേതുവായി എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ONV അവർ ആ കവികളുടെ മുന്നിൽ നിന്ന് ഇത് പാടുകയുണ്ടായി. അമ്മയായ ഭൂമിയെ വിവസ്ത്രയാക്കുന്ന, മുണ്ഡിത ശിരസ്കയാക്കുന്ന,
മനുഷ്യൻ്റെ ദുരയെപ്പറ്റി ഏറ്റവും തീക്ഷ്ണമായി പാടിയ കവി. ആ ഘട്ടത്തോടുകൂടി പ്രകൃതിയുമായിട്ടുള്ള ഒരു പുതിയ ബന്ധം നിർവചിക്കപ്പെടുകയാണ്. അതുവരെ കേരളത്തിൻ്റെ പ്രകൃതി ലാവണ്യത്തിലും കേരളത്തിൻ്റെ പ്രകൃതിയുടെ ഒരു സുഭഗതയിലുമെല്ലാം അഭിരമിച്ചിരുന്ന കവി ഈ പ്രകൃതി കേൾക്കുന്ന, കേരളീയ പ്രകൃതിക്ക് മാത്രമല്ല ഈ ഭൂമി കേൾക്കുന്ന, നമ്മളുടെ ജീവിതത്തിനേൽക്കുന്ന ഈ പാരിസ്ഥിതികമായിട്ടുള്ള ക്ഷതങ്ങളെ മുഴുവൻ തൻ്റെ ആത്മാവിലേറ്റുന്ന ഒരു പുതിയ അവബോധത്തിലേക്ക് വളരുകയാണ്. ഭൂമിക്കൊരു ചരമഗീതം ഒരു വിലാപകാവ്യമാണ് എങ്കിൽ ആ സമാഹാരത്തിൽ തന്നെയുള്ള സൂര്യഗീതം എന്ന് പറയുന്ന കൃതി, ആ കവിത, അങ്ങേയറ്റം ശ്രദ്ധേയമായ കവിത, ONVയുടെ കാവ്യ സംസ്കാരത്തെ മറ്റൊരർത്ഥത്തിൽ നിർവചിക്കുന്നുണ്ട്. സൂര്യബിംബം ONV കവിതകളിലെ ഒരു പ്രധാന ചർച്ചാ വിഷയമാണ്, അല്ലെങ്കിൽ പ്രധാനമായി പഠിക്കേണ്ട ഒരു ബിംബകൽപ്പനയാണ് സൂര്യൻ. ജീവിതത്തിൻ്റെ അനന്തരഘട്ടത്തിൽ സൂര്യൻ്റെ മരണം എന്നൊരു കാവ്യസമാഹാരവും കവിതയും അദ്ദേഹത്തിൻ്റെതായുണ്ട്. സൂര്യൻ ONVയെ സംബന്ധിച്ചിടത്തോളം തന്നിലെ സർഗസിദ്ധിയുടെ പ്രതീകം കൂടിയായി അദ്ദേഹം സൂര്യനെ കാണുന്നുണ്ട്. ക്രിയേറ്റിവിറ്റിയുടെ, ഉർവരതയുടെ മുഴുവൻ സ്രോതസ്സ് എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ ഹരിത കഞ്ചുകത്തിന്, ഈ ഹരിത സുഹൃതത്തിന് എല്ലാത്തിനും സ്രോതസ് ഏതാണ്? അത് സൂര്യനാണ്. ആ സൂര്യനാകട്ടെ കവിയെപ്പോലെ മറ്റുള്ളവർക്കായി സ്വയം കത്തി എരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. സ്വയം കത്തി എരിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചവും ചൂടും പ്രദാനം ചെയ്യുന്ന സൂര്യനെ പോലെ ആ സൂര്യനാണ് തൻ്റെ കാവ്യോർജത്തിൻ്റെ മെറ്റഫർ. സൂര്യഗീതം എന്ന് പറയുന്നത് കേവലം സൂര്യൻ ഭൂമിയിൽ ഉണ്ടാക്കുന്ന സൃഷ്ടിപരമായിട്ടുള്ള അത്ഭുതങ്ങൾക്ക് ഉള്ള കവിത മാത്രമല്ല. അങ്ങനെയും അത് വായിക്കാം. നേരെ മറിച്ചത് സൂര്യഗീതത്തിലെ സൂര്യൻ കവി തന്നെയാണ്. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തി. അതാണ് ONV എന്ന് പറയുന്ന കവി എന്നും. ലോകത്തെവിടെ ആർക്ക് ഏത് മനുഷ്യന് ദുഃഖമുണ്ടെങ്കിലും ആ ദുഃഖത്തെ ഉള്ളിലേറ്റുവാൻ താൻ ബാധ്യതപ്പെട്ടവനാണ് എന്ന് വിചാരിക്കുന്ന രുദിതാനുസാരി കവി എന്ന ആ നിർവചനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ജീവിച്ച കവിയാണ് ONV. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കായി സ്വയം കത്തി എരിയുന്ന സുസ്നേഹമൂർത്തി എന്ന് സൂര്യനെ വിശേഷിപ്പിക്കുമ്പോൾ അത് സൂര്യനെ പോലെ തന്നെ കവിക്കും ഇണങ്ങും എന്ന് നാം ഓർക്കണം. അങ്ങനെ പാരിസ്ഥിതിക ബോധത്തിൻ്റെ ഒരു പുതിയ തലത്തിലേക്ക് കവിതയെ ഉയർത്തുവാൻ ഈ ഭൂമിക്കൊരു ചരമഗീതവും അതുപോലെ തന്നെ പിന്നീട് സൂര്യഗീതത്തിലുമെല്ലാം ONVക്ക് സാധിക്കുന്നത് ഈ ഘട്ടത്തിലെ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങൾ ഉണ്ടായ ഒരു മൂന്നാമത്തെ ഘട്ടമാണ് ONVയുടെ ഒരു അപരാഹ്ന ഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന, അഥവാ മധ്യസൂര്യൻ്റെ ഘട്ടം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഈ ഒരു മൂന്നാം ഘട്ടം. അവിടെയാണ് ശാർഗക പക്ഷികളും മൃഗയെയും ഉജ്ജയിനിയും സ്വയംവരവും ഭൈരവൻ്റെ തുടിയും ഈ പുരാതന കിന്നരവും എല്ലാം പിറക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. ഇവിടെ ശാർഗക പക്ഷികളിൽ അദ്ദേഹം പ്രകൃതിയുടെ കവിയായി മാറുമ്പോഴും മനുഷ്യൻ ഈ പ്രകൃതിയോട് മാത്രമല്ല ഈ സമൂഹത്തിൽ ചെയ്തു കൂട്ടുന്ന അപരാധങ്ങൾ കൊണ്ട്, ഈ സമൂഹത്തിൽ വരുത്തി വച്ചിരിക്കുന്ന ദുഷ്ടതകളെ കൊണ്ട് അനുഭവിക്കുന്ന മനുഷ്യൻ്റെ ഏകാന്തതയുടെയും മനുഷ്യൻ്റെ അങ്ങേയറ്റം തിക്തമായിട്ടുള്ള സാഹചര്യങ്ങളെയും പറ്റിയുള്ള കമൻ്ററിയാണ് ശാർഗക പക്ഷികൾ എന്ന അത്യന്തം ശ്രദ്ധേയമായ കവിത. ഇനി ഞാൻ ഉറങ്ങാം, നീ ഉണർന്നിരിക്കുക, ഇനി നീ ഉറങ്ങുക, ഞാൻ ഉണർന്നിരിക്കാം എന്നാണ്. നമ്മളിലൊരാളിൻ്റെ നിദ്രയ്ക്ക് മറ്റൊരാൾ കൂട്ടായിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. എല്ലാം മറന്നുറങ്ങിയ രാവുകൾ എന്നേക്കുമായി അസ്തമിച്ചു പോയി എന്ന് പറയുന്നുണ്ട്, എന്ന് വിലപിക്കുന്നുണ്ട്. ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദവും ഹിംസയും പരസ്പര വിദ്വേഷവുമെല്ലാം മനുഷ്യ മനസ്സിൽ അല്ലെങ്കിൽ കവി മനസ്സിലുണ്ടാക്കിയ സംഘർഷത്തിൻ്റെ പ്രതികരണമായി കവി കണ്ടെത്തുന്നതാണ് മഹാഭാരതത്തിൽ നിന്ന് ഉള്ള ഈ ശാർഗക പക്ഷികൾ എന്ന് പറയുന്ന ഈ ബിംബം. ഒരാൾക്കുറങ്ങണമെങ്കിൽ മറ്റൊരാൾ കൂട്ടിരിക്കേണ്ട അവസ്ഥ. നമ്മൾ ഒരുപാട് യാത്ര ചെയ്തു വന്നവരാണ്. മനുഷ്യ ചരിത്രത്തിലൂടെ യാത്ര ചെയ്തു വന്ന മനുഷ്യർ
നല്ല നല്ല ശീതള ഛായകളിൽ ഉറങ്ങി ഇവിടെ എത്തിയ ഈ മനുഷ്യർ അഥവാ ഈ ശാർങ്ഗക പക്ഷികൾക്ക് ഇന്ന് ഇണയ്ക്കുറങ്ങണമെങ്കിൽ മറ്റേ പക്ഷി കാവലിരിക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ ജീവിതം അരക്ഷിതമായി തീർന്ന അവസ്ഥയെപ്പറ്റി ഉള്ള കവിയുടെ പ്രതികരണം ശാർങ്ഗക പക്ഷികൾ എന്ന പുസ്തകത്തിൽ കാണാം, കവിതയിൽ കാണാം. അതുപോലെ തന്നെ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട 2 കവിതകൾ, ഒന്ന് സ്വയംവരവും അതുപോലെ തന്നെ കാളിദാസൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ONV തന്നെ സൃഷ്ടിച്ചെടുത്ത ഖണ്ഡകാവ്യമായിട്ടുള്ള ഉജ്ജയിനിയുമാണ്. സ്വയംവരത്തിലൊക്കെ സ്ത്രീപക്ഷപാതം അഥവാ സ്ത്രീയെ ഉദാത്തീകരിക്കുന്ന, സ്ത്രീയുടെ ദുഃഖങ്ങളെ ഏറ്റുവാങ്ങുന്ന കവിഹൃദയത്തെയാണ് സ്വയംവരം പോലുള്ള ഖണ്ഡകാവ്യങ്ങളിൽ അദ്ദേഹം ആവിഷ്കരിക്കുന്നത്. എന്നും സ്ത്രീപക്ഷത്തായിരുന്നു ഈ കവി. പ്രകൃതിയുടെ പക്ഷത്തായതുകൊണ്ട് തന്നെ, പ്രകൃതി എന്ന് പറയുന്ന അമ്മയുടെ സംരക്ഷകനായതുകൊണ്ട് തന്നെ സ്ത്രീ സമൂഹത്തിൻ്റെ സംരക്ഷകനുമാണ് ONV. പെങ്ങളെന്ന് പറയുന്ന കവിതയായാലും ശരി, ഒരു ഭ്രാതൃഭാവം എപ്പോഴും സ്ത്രീകളോട് പുലർത്തുവാൻ അഭിനിവേശം കാണിച്ചിട്ടുള്ള കവിയാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രകൃതി ദർശനത്തിൻ്റെ മൂലക്കല്ലാണ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രകൃതിയെയും സ്ത്രീയെയും സമദൃഷ്ടിയോടുകൂടി കണ്ടുകൊണ്ട് അവയോട് അതിനെ സുരക്ഷിതമാക്കി നിർത്തുവാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു ഭ്രാതൃഭാവം ഈ കവിതകളിലെല്ലാം കാണാം. ഉജ്ജയിനിയിൽ അത് പറഞ്ഞു പോയാൽ ഒരുപാട് പറയാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ വിശദമാക്കുന്നില്ല. ഉജ്ജയിനി എന്ന കവിത അധികാരവും കവിസ്വാതന്ത്ര്യവും അല്ലെങ്കിൽ സർഗസ്വാതന്ത്ര്യവും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഉദീരണമാണ് അത് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാളിദാസനെ ചരിത്രത്തിലൂടെ അറിയുന്ന കാളിദാസനേക്കാൾ ONV തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ എൻ്റെ ഹൃദയമിഴി കണ്ടെത്തിയ കാളിദാസൻ്റെ കൃതികളിലൂടെ തെളിഞ്ഞു വരുന്ന കാളിദാസൻ്റെ ജീവിതവും കാളിദാസൻ്റെ ജീവിത സംഘർഷങ്ങളെയും അധികാരവുമായി ഏറ്റുമുട്ടുന്ന ആ പ്രതിഭാശാലിയുടെ ജീവിതവും എല്ലാം തൻ്റെ ഉൾക്കണ്ണിലൂടെ കണ്ട്, ഹൃദയമിഴിയിലൂടെ കണ്ട് ONV ആവിഷ്കരിച്ചിരിക്കുന്ന ഈ ഉജ്ജയിനി ക്ലാസിക് പാരമ്പര്യത്തോടുള്ള കവിയുടെ കടപ്പാടും കൂടെ വ്യക്തമാക്കുന്നുണ്ട്. ONVയുടെ മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന കൃതിയും ഒരുപക്ഷെ ഉജ്ജയിനി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പുരാതന കിന്നരം വരെയുള്ള ഇത് കഴിഞ്ഞാൽ ONVയുടെ ദിനാന്ത ഘട്ടത്തിലേക്ക്, 4ാമത്തെ ഘട്ടത്തിലേക്ക് കടന്നാൽ ക്ഷണികം പക്ഷേ എന്ന് പറയുന്ന 2002 പ്രസിദ്ധീകരിച്ച ക്ഷണികം പക്ഷേ തുടങ്ങിയ ആ കവിതകൾ മുതൽ ആരംഭിക്കുന്ന അവസാനത്തെ അനശ്വരതയിലേക്ക് എന്ന് പറയുന്ന 2016 എഴുതിയ അവസാനത്തെ കവിത വരെ ഉള്ള കവിതകളിൽ ജീവിതത്തെ തൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യ സ്നേഹവിശ്വാസങ്ങളെ അടിയറ വയ്ക്കാതെ തന്നെ, അതിൽ നിന്ന് തരിമ്പും പിന്നോട്ട് പോകാതെ തന്നെ പുതിയ യാഥാർത്ഥ്യബോധത്തോടെയും പുതിയ ദാർശനിക ബോധത്തോടെയും ജീവിതത്തെ കാണുവാനും ജീവിതാനുഭവങ്ങളെ വിലയിരുത്തുവാനും സാധിക്കുന്ന ഒരു കവിയെ നമുക്ക് ക്ഷണികം പക്ഷേ മുതലുള്ള പ്രധാനപ്പെട്ട കൃതികളിൽ കാണാൻ സാധിക്കും. അർത്ഥവിരാമങ്ങൾ, ദിനാന്തം, ആത്മകഥകൾ തുടങ്ങി സൂര്യൻ്റെ മരണം, കടൽ ശംഖുകൾ, അതുപോലെ അനശ്വരതയിലേക്ക് എന്നീ പ്രധാന കൃതികളിലൂടെ തൻ്റെ ജീവിതത്തിൻ്റെ ഹംസഗാനം പാടി പോയ ഈ കവിയെ നമുക്ക് കാണാം. ദിനാന്തം എന്ന കവിതയിലൊക്കെ അദ്ദേഹം അതിനെ അവതാരിക എഴുതിയ ലീലാവതി ടീച്ചർ പറയുന്നത് പോലെ വിഷാദത്തിലേക്ക് സങ്കോചിക്കുകയും പ്രത്യാശയിലേക്ക് വികസിക്കുകയും ചെയ്യുന്ന ഒരു കവിഹൃദയത്തെയാണ് അതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അതിൽ വാസ്തവത്തിലെ കവിയുടെ യാഥാർത്ഥ്യബോധവും അതേസമയം ദാർശനികമായിട്ടുള്ള ഭാവവും ഒപ്പം ഒരിക്കലും ക്ഷീണിക്കാതെ അക്ഷീണമായിട്ടുള്ള ശുഭാപ്തി വിശ്വാസവും മനുഷ്യവിശ്വാസവും ചേർന്നിരിക്കുന്ന ഒരു കാവ്യ സംസ്കൃതിയെയാണ് ദിനാന്തവും അതുപോലുള്ള ആ ദിനാന്ത ദശയിലെ കവിതകളെല്ലാം ദ്യോതിപ്പിക്കുന്നത്. അന്യദുഃഖങ്ങൾ അപാര സമുദ്രങ്ങൾ, നിന്റെ ദുഃഖങ്ങൾ വെറും കടൽ ശംഖുകൾ എന്ന് കണ്ടെത്താനുള്ള ഒരു ഇരുത്തം കവിക്ക് കൈവരികയാണ്. ഈ അവസാന കാലഘട്ടത്തിലെ കവിതകളൊക്കെ തന്നെ തൻ്റെ സഹയാത്രികനെ പോലെ വന്നുകൂടിയിരിക്കുന്ന ആസന്ന മരണത്തെ കവി അഭിസംബോധന ചെയ്യുന്നുണ്ട്. മരണത്തിൽ നിന്ന് ഒളിച്ചോടുന്നില്ല. ദാർശനികമായ ഉൾക്കാഴ്ചയോടെ, ദാർശനികമായ ഒരു ഒരു സ്ഥിതപ്രജ്ഞയോടെ
മരണത്തെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് അവസാനത്തെ കവിതകളെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. സൂര്യൻ്റെ മരണം എന്ന കവിത അത് പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കവിതയാണ്. 2015 എഴുതിയ സൂര്യൻ്റെ മരണത്തിൽ അത് ONVയുടെ തന്നെ ജീവിതത്തിൻ്റെ ഒരു ദിനാന്ത ഘട്ടത്തെ, സായാഹ്നത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ടോൺ തന്നെ ഒരു ഏകാന്തതയുടെ ടോണുണ്ട്. സഹപഥികരെല്ലാം ഒഴിഞ്ഞുപോയി, ഏകാന്ത സഹസത്രത്തിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കുന്നു എന്നാണ്. കൂടെ വന്നവരെല്ലാം പോയി കഴിഞ്ഞിട്ട് ഞാനിതാ ഇവിടെ ഒറ്റയ്ക്കിരിക്കുകയാണ് എന്ന് പറയുന്ന സഹനസത്രത്തിൽ ഒറ്റയ്ക്കിരിക്കുന്നു. സഹയാത്രികരെല്ലാം ഒഴിഞ്ഞുപോയി, ഏകാന്ത സഹനസത്രത്തിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഈ സൂര്യൻ്റെ മരണം എന്ന് പറയുന്ന കവിത എഴുതപ്പെടുന്നത്. അതിലെ ദുരന്തബോധം എന്നത് തീർച്ചയായിട്ടും ഭൂമിക്കൊരു ചരമഗീതം എഴുതിയ കവിക്ക് പിന്നീടുണ്ടായി വന്ന പാരിസ്ഥിതിക ദുരന്തബോധം ആ കവിതയിൽ നിഴൽ വീഴ്ത്തുന്നുണ്ട് എന്നുള്ളത് അനിഷേധ്യമായിട്ടുള്ള വസ്തുതയാണ്. പാരിസ്ഥിതിക ദുരന്ത ബോധത്തോടൊപ്പം തന്നെ ജീവിതത്തിന് മനുഷ്യജീവിതത്തിന് സംഭവിച്ചിട്ടുള്ള മറ്റു ദുരന്തങ്ങളെപ്പറ്റി കൂടി കവി ബോധവാനാണ്. എങ്കിലും ആശ കൈവെടിയുന്നില്ല. ഈ സായാഹ്ന ഘട്ടത്തിലും ജീവിതപ്രേമം, ജീവിതവിശ്വാസം ആ കവിയെ കൊണ്ട് നല്ല വാക്കുകൾ പറയുവാൻ, നല്ല കിനാവുകൾ കാണാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. സൂര്യൻ എന്നത് കവിയുടെ പ്രചോദനവും പ്രകാശവും പ്രത്യാശയും പ്രഭാതവുമാണ്. ആ സൂര്യൻ മരിക്കുന്നുവോ എന്ന ചിന്ത അലട്ടുന്നുണ്ടെങ്കിൽ പോലും കവി മനസ്സിൽ അസാധാരണമായ ഒരു സ്നേഹത്തിൻ്റെ സാഗരമിരമ്പുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ പ്രസിദ്ധീകരിച്ച സ്നേഹിച്ചു തീരാത്തവർ എന്ന ശ്രദ്ധേയമായിട്ടുള്ള ഖണ്ഡകാവ്യത്തിൽ സ്നേഹത്തിൻ്റെ അനശ്വരതയെപ്പറ്റി കവി ബോധവാനാകുന്നുണ്ട്. ചരിത്രത്തിലൂടെ എത്രയോ അനശ്വര കാമുകന്മാരെ നമുക്കറിയാം. അവരിലൂടെ എല്ലാം ജീവിക്കുന്ന സ്നേഹമെന്ന ഒരു അനശ്വര സത്യമുണ്ട്. ആ അനശ്വരമായ സ്നേഹത്തെ ഉപാസിക്കുന്നവരാണ് ഞാൻ എന്ന് പറയുവാനാണ് സ്നേഹിച്ചു തീരാത്തവർ എന്ന കാവ്യം ONV എഴുതുന്നത്. അത് സ്ത്രീ പുരുഷ പ്രണയത്തെപ്പറ്റിയുള്ള ഒരു സെലിബ്രേഷൻ, ആഘോഷം മാത്രമല്ല ആ കവിത. നേരെ മറിച്ച് സ്നേഹമെന്ന വികാരത്തിൻ്റെ അനശ്വരതയാണ് ആഘോഷിക്കപ്പെടുന്നത്. തൻ്റെ ഭൗതിക ജീവിത അന്ത്യത്തിനു ശേഷവും മനുഷ്യർക്ക് വേണ്ടി താൻ കാഴ്ചവെച്ച സ്നേഹം അനശ്വരമായി ഈ ഭൂമിയിൽ ജീവിക്കുമെന്നും, ജ്ഞാനപീഠ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ ഈ വാടക വീട്ടിൽ നിന്ന് പോയാലും എൻ്റെ ചൈതന്യത്തിൻ്റെ ഒരു അംശം ഈ ഭൂമിയിലുണ്ടാവുമെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ ജീവിക്കുന്ന ആ സൂര്യൻ, ആ അനശ്വരത സ്നേഹത്തിൻ്റെ അനശ്വരതയാണ്. സ്നേഹമാണിവിടെ സൂര്യൻ. ആ സ്നേഹസൂര്യനെ അനശ്വരനാക്കാനാണ് തൻ്റെ കാവ്യ യാത്ര എന്ന് തിരിച്ചറിഞ്ഞ കവി കൂടിയാണ് ONV. കടൽ ശംഖുകൾ, സൂര്യൻ, ഈ രണ്ട് ബിംബങ്ങളെപ്പറ്റി കൂടി പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, കവി മനുഷ്യർക്ക് ജീവിതത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന, തന്നിൽ നിന്ന് പ്രസരിക്കുന്ന കാവ്യ ഊർജത്തെയാണ് സൂര്യൻ എന്ന് പറയുന്ന ബിംബത്തിലൂടെ പ്രതീകവൽക്കരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആവിഷ്കരിക്കുന്നതെങ്കിൽ, കടൽ ശംഖ് എന്ന് പറയുന്ന ബിംബത്തിൽ ഈ ജീവിതത്തിൽ നിന്ന്, ഈ പ്രപഞ്ചത്തിൽ നിന്ന് താൻ ഉൾക്കൊള്ളുന്നതിനെ പ്രതീകവൽക്കരിക്കുകയാണ് കടൽ ശംഖ് എന്ന് പറയുന്ന ബിംബം. കടലിൽ കിടക്കുന്ന ഒരു ശംഖ്, ആ ശംഖിനുള്ളിൽ കടൽ ജലം സദാ കയറി ഇറങ്ങുകയാണ്. അപാരതയുമായിട്ടുള്ള നിത്യവേഴ്ചയിലാണ് കടൽ ശംഖ്. കടലിൻ്റെ ഇരമ്പം ആ ശംഖിനുള്ളിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. എന്നാൽ കടലിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള മണൽത്തരികൾ, ജീവിതഗന്ധിയായിട്ടുള്ള മണൽത്തരികൾ സദാ ഈ തരംഗമാലയോടൊപ്പം അല്ലെങ്കിൽ ഓളങ്ങൾക്കൊപ്പം ഈ ശംഖിനകത്ത് കയറി ഇറങ്ങിപ്പോകുന്നുമുണ്ട്. അപ്പോൾ ഒരേ സമയം ജീവിതത്തിൻ്റെ അവസ്ഥകളുമായി ബന്ധപ്പെടുകയും എന്നാൽ അപാരതയുമായി ബന്ധപ്പെടുകയും ചെയ്യുന്ന, ജീവിതത്തിൻ്റെ സംഗീതം നിരന്തരമായി പ്രതിധ്വനിക്കുന്ന ഒരു മനസ്സ്, ഒരു കവി മനസ്സിൻ്റെ പ്രതീകമായി
അവിടെ കടൽ ശംഖ് രൂപപ്പെടുകയാണ്. താൻ ആർജിക്കുന്ന ഈ അപാരതയെപ്പറ്റിയുള്ള സങ്കല്പം, അതെല്ലാം ജീവിതത്തെപ്പറ്റിയുള്ളൊരു അവബോധം, തൻ്റെ അനശ്വരതയെപ്പറ്റിയുള്ള സങ്കല്പം, ഇതെല്ലാം ഈ കടൽ ശംഖ് എന്ന് പറയുന്ന ഇമേജിൽ അതിൻ്റെ ദാർശനിക വിശുദ്ധിയോടുകൂടി കുടികൊള്ളുന്നുണ്ട്. എന്നാൽ തൻ്റെ കവിത ആകട്ടെ സൂര്യനെ പോലെയാണ്. അത് കൊടുക്കുകയാണ് മറ്റുള്ളവർക്കായി എന്നാണ് അത് പറയുന്നത് തന്നെ, മറ്റുള്ളവർക്കായിട്ടാണ്. അതാണ് പ്രധാനം. ഞാൻ കടൽ ശംഖാണ്, പക്ഷേ മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സൂര്യനുമാണ്. ഒരേ സമയം കടൽ ശംഖും സൂര്യനുമായി മലയാള കവിതയെ അതിൻ്റെ ഉദാത്ത ചക്രവാളങ്ങളിൽ എത്തിച്ച മഹാകവിയാണ് ONV. അദ്ദേഹത്തിന് സമശീർഷനായി, സമാനനായി മറ്റൊരു കവി എടുത്തു കാണിക്കാൻ മലയാളത്തിനില്ല. ഈ കവി ഒരേ സമയം താൻ ജീവിക്കുന്ന കാലഘട്ടവും താൻ ജീവിക്കുന്ന പ്രദേശവുമായി ഗാഢമായി ബന്ധപ്പെടുകയും അതേസമയം തന്നെ ഈ പ്രാപഞ്ചിക സീമകളോളം വളരുകയും ചെയ്ത കവിയാണ്. ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ONV തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന കൃതിയായ അനശ്വരതയിലേക്ക് എന്ന പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുള്ള ഒരു ഭാഗം വായിക്കാം. 3 വലയങ്ങൾക്കുള്ളിലാണ് താൻ ജീവിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കവിത എൻ്റെ ആത്മദർപ്പണമാണ്. കവിയുടെ സാക്ഷ്യമാണ്. കവിത എൻ്റെ ആത്മദർപ്പണമാണ്. ഏറ്റവും തീവ്രമായ സ്വകാര്യ അനുഭൂതികൾ എന്ന ഒരു വലയം, അത് പ്രാഥമിക വലയം. അതിനെ ചുറ്റുന്ന ദേശീയമായ ശുഭാശുഭ അനുഭവങ്ങളുടേതായ മറ്റൊരു വലയം. അതിനേക്കാൾ കുറെ കൂടി അപ്പുറത്ത് സർവം സ്പർശിയായ മൂന്നാമതൊരു പ്രാപഞ്ചികമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വലയം. അങ്ങനെ സ്വകാര്യ അനുഭൂതികളുടെ ഒരു വലയത്തിനുള്ളിൽ നിൽക്കുമ്പോഴും അതിനെ ആവരണം ചെയ്യുന്ന ദേശീയമായിട്ടുള്ള ചരിത്രത്തിൻ്റെ ഒരു വലയം. മൂന്നാമത് ഈ പ്രപഞ്ചം തന്നെ വലയം ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്ന മൂന്നാമത്തെ വലയം. അങ്ങനെ 3 വലയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഒരേ സമയം പ്രപഞ്ചത്തിനോട് സംവദിക്കുവാനും മണൽത്തരിയോട് സംവദിക്കാനും സാധിക്കുന്ന അപാരമായിട്ടുള്ളൊരു കാവ്യസിദ്ധി കൊണ്ട് അനുഗ്രഹീതനായിരുന്നു ONV കുറുപ്പ്. ഒരുപക്ഷെ ഇത്രയും സമഗ്രത അവകാശപ്പെടാൻ മറ്റൊരു കവിക്കില്ല. അദ്ദേഹം ചരിത്രത്തിനോടൊപ്പം നടന്നയാൾ എന്ന് പറയുമ്പോൾ ആ യാത്രയിൽ ഈ ചരിത്രത്തിലെ സകല ഹർഷ ദുഃഖങ്ങളെയും അതിൻ്റെ ഉന്മാദങ്ങളെയും അതിൻ്റെ ആത്മവിസ്മൃതികളെയും അതിൻ്റെ സംഘർഷങ്ങളെയും അതിൻ്റെ നഷ്ടങ്ങളെയും അതിൻ്റെ ആകുലതകളെയും മുഴുവൻ തൻ്റെ ഹൃദയത്തിൽ ഏറ്റുവാൻ, അതാണ് എൻ്റെ കവിത ആത്മദർപ്പണമാണ് എന്ന് കവി പറയുന്നതിനർത്ഥം. അങ്ങനെ ഒരു വൃക്ഷം എങ്ങനെയാണോ അതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും വളർച്ചാ വലയങ്ങൾ തീർക്കുന്നത്, അതുപോലെ ONV കവിതയിൽ ഈ ചരിത്രത്തിൻ്റെ വളർച്ചാ വലയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ONV കവിതയിലൂടെ മാത്രം നടന്നുപോയാൽ ഒരു വിദ്യാർത്ഥിക്ക് ലോകത്തിൻ്റെ മാനവരാശിയുടെ, കേരളത്തിൻ്റെ, ഭാരതത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഗ്രാഫ് അതിൽ നിന്ന് വരച്ചെടുക്കാൻ സാധിക്കും. എപ്പോഴാണ് മനുഷ്യൻ ദുഃഖിച്ചത്, എപ്പോഴാണ് മനുഷ്യൻ തുഷ്ടി കൊണ്ടത്, എപ്പോഴാണ് മനുഷ്യന് പ്രതീക്ഷയുണ്ടായത്, എപ്പോഴാണ് അവന് സ്വപ്നഭംഗമുണ്ടായത് എന്നെല്ലാം ഒരു സ്വപ്നമാപിനിയെപ്പോലെ അദ്ദേഹത്തിൻ്റെ കവിതയിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇതെല്ലാം അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതാണ് ആ കവിതയുടെ അനശ്വരത. ടാഗോറിനെ പറ്റി വിശേഷിപ്പിക്കുമ്പോൾ ദ ഗ്രേറ്റ് സെൻറ്റിനൽ എന്ന് പണ്ട് വിശേഷിപ്പിക്കുകയുണ്ടായി. ഒരു കാവൽക്കാരനെ പോലെ നിൽക്കുകയാണ്, ഒരു പടയാളിയെ, ഒരു കാവൽക്കാരനെ പോലെ അദ്ദേഹം കാത്തുകൊള്ളും. അങ്ങനെ മലയാള സാംസ്കാരിക രംഗത്ത്, മലയാള കവിതാ രംഗത്ത് ഞങ്ങളുടെ ഗ്രേറ്റ് സെൻറ്റിനലായി 6 പതിറ്റാണ്ടിലേറെ ഇവിടെ നിന്ന മഹാകവിയാണ് ONV. മലയാളത്തിനോടൊപ്പം മലയാളം ലോകത്തിന് കൊടുത്ത മഹാകവി, മലയാളത്തിൽ കവിത എഴുതിയ വിശ്വകവി, അതാണ് ONV. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ദുഃഖങ്ങളെ തൻ്റെ ഈ ഭാഷയിലൂടെ ധ്യാനം ചെയ്തെടുത്ത് അമര കവിതകൾ സൃഷ്ടിക്കുവാൻ സാധിച്ച അങ്ങേയറ്റം പ്രതിഭാശാലിയായ, അങ്ങേയറ്റം മാനവികതയുള്ള,
അവസാന നിമിഷം വരെയും സചേതനമായിട്ടുള്ള സർഗചൈതന്യം കൊണ്ട് അനുഗ്രഹീതനായ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ കവി ONV കുറുപ്പ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ധന്യാത്മാവിന് എൻ്റെ പ്രണാമങ്ങൾ, എൻ്റെ വിനീത പ്രണാമങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ വെബ് ലൈൻ സാഹിത്യ പരമ്പരയിൽ ONV കുറുപ്പ് സാർ ജീവിതവും സാഹിത്യകൃതികളുമായി സംസാരിച്ച നമ്മളെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ശ്രീ K. ജയകുമാർ സാറിന് ഞാൻ സാഹിത്യ അക്കാദമി പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഈ സാഹിത്യത്തിൻ്റെ ഈ പരിപാടിയെ വീക്ഷിച്ച് ഉള്ള എല്ലാ സാഹിത്യപ്രിയ എല്ലാവർക്കും താങ്കൾ എല്ലാവർക്കും എൻ്റെ സാഹിത്യ അക്കാദമി പേരിൽ നന്ദി ഇവിടെ പറയുന്നുണ്ട്. നന്ദി, എല്ലാവർക്കും നന്ദി.